ഹായ് ഗൈസ്. സോ ബേസിക്കലി ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് എക്സാമാണ്. ക്രിസ്തു ജയന്തി വന്നിട്ട് ഫസ്റ്റ് എക്സാം, എൻ്റെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് എക്സാം. സോ ഇന്ന് എൻ്റെ അഡീഷണൽ ഇംഗ്ലീഷ് ക്ലാസ്, പക്ഷേ അഡീഷണൽ ഇംഗ്ലീഷ് ക്ലാസ് അല്ല, അഡീഷണൽ ഇംഗ്ലീഷ് എക്സാം, അഡീഷണൽ ഇംഗ്ലീഷ് എക്സാം. സോ ഈ എക്സാം എന്ന് പറയുമ്പോൾ ചില പിള്ളേർക്ക് ഹിന്ദി ആയിരിക്കും, ചില പിള്ളേർക്ക് അഡീഷണൽ ഇംഗ്ലീഷ് ആയിരിക്കും. എനിക്ക് ലാംഗ്വേജ് ആയതുകൊണ്ട് അഡീഷണൽ ഇംഗ്ലീഷാണ്. ഞാൻ 8 മണിക്ക് എണീച്ചു. ഇപ്പോൾ 8:30 ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഞാൻ 8:30 എണീച്ചിട്ട് പല്ലൊക്കെ തേച്ച് തലയിൽ റോസ്മേരിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കണം. സോ ഞങ്ങളുടെ PG അവിടെ നിന്ന് ഇവിടെ നടക്കണം ഫുഡ് കഴിക്കും. ഞങ്ങളുടെ PGയിൽ ഫുഡ് കഴിക്കുന്നത് ശരിയായിട്ടില്ല. എൻ്റെ PG എന്ന് പറയുമ്പോൾ കോളേജിൽ തൊട്ടപ്പുറത്ത് ഇച്ചിരി നടന്നാൽ മാത്രം മതി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ബിക്കോസ് എനിക്ക് കുറേ നടക്കണ്ടല്ലോ, രാവിലെ എണീച്ച് അവിടെ വരെ ദൂരമൊന്നും അല്ല, തൊട്ടപ്പുറത്താണ്. എന്താവശ്യം കോളേജിൽ ജസ്റ്റ് റൂമിലോട്ട് വന്നാൽ മതി. സോ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. സോ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും നോക്കുക, കുഴപ്പമില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിച്ച് ഇറങ്ങി പഠിക്കണമെന്ന് റിവിഷൻ ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷേ അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നടക്കണം, ഞാൻ എല്ലാം പഠിച്ചു എന്നാണ് ഒരു വിശ്വാസം. ആദ്യത്തെ എക്സാം ഉണ്ട്, അതിൻ്റെ ഒരു പേടിയുണ്ട്, ബട്ട് ഇറ്റ്സ് ഫൈൻ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഞാൻ ഹോസ്പിറ്റൽ ട്രിപ്പ് ഇട്ട് എടുക്കുമായിരുന്നു. ബിക്കോസ് എനിക്ക് വയ്യായിരുന്നു. അവിടെ പറഞ്ഞ് BP ലോ ആയതുകൊണ്ടായിരുന്നു. എക്സാമിന് പ്രഷറൊന്നുമില്ല, ഡോണ്ട് വറി. എക്സാമിന് പ്രഷറാണെങ്കിൽ എനിക്ക് BP ഹൈ ആവണ്ട. അയ്യോ, എൻ്റെ പ്ലേറ്റ് കാണുന്നില്ല ഗൈസ്. എൻ്റെ പ്ലേറ്റ് വീണ്ടും കാണാതെ പോയെങ്കിൽ ഞാൻ ഇവിടെ കരയും. ഇതാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. എൻ്റെ പ്ലേറ്റ് ഒട്ടും കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീണ്ടും വാങ്ങിച്ചു. പക്ഷെ ഇപ്പം എൻ്റെ വീണ്ടും പ്ലേറ്റ് കാണുന്നില്ല. തോണ്ടിരിക്കുന്നു, കിട്ടി. ഫുഡും കഴിച്ചു, ചായ കുടിക്കുക. സോ ഗൈസ്, ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പ്. ഓക്കെ, നെവർ മൈൻഡ്. അങ്ങോട്ട് പോകുമ്പോഴാണ് എൻ്റെ കോളേജ്. നേരെ ലെഫ്റ്റ്. ഞങ്ങളിപ്പോൾ എത്തി. ഇവിടെ സെൻസറൊക്കെ ഉണ്ട്, അങ്ങനെ തുറക്കാൻ പറ്റുമോ? ലിഫ്റ്റൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഞങ്ങൾ ലിഫ്റ്റിലേ പോകത്തുള്ളൂ. കുറേ റൂംസ് ഉണ്ട്. ഞങ്ങളുടെ റൂം ഇതാ ലോക്ക്ഡ്. സോ ഗൈസ്, ഞാൻ കുളിച്ചു. ഞാൻ ഇപ്പോൾ ഒരുങ്ങുക. ഇപ്പോൾ 10:30 11:30 ആകുമ്പോഴത്തേക്ക് പോകണം. ഐ എം ഫൈൻ. എൻ്റെ അമ്മ. സോ ഗൈസ്, ഞങ്ങൾ ഒരുങ്ങി. ഞങ്ങളിനി പോവാം. എന്തോ ഈ ഹായ് പറഞ്ഞേ. എനിക്കാണെങ്കിൽ വിട്ടു പോവാൻ വയ്യ. ഞാൻ ഇതിനെ കൊണ്ട് പോവാ. കൂടെ കിട്ടിയാൽ മതി. എക്സാം എഴുതുമ്പോൾ സൈഡിൽ എക്സാം എഴുതാൻ പോവാ. ഓക്കെ, ബൈ. എല്ലാവരും എക്സാമിന് ഇരുന്ന് പഠിക്കുക. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ആദ്യമായിട്ട് ഇത്ര ആൾക്കാർ കാണുന്നത്. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഓരോ സീറ്റ് ഇരിക്കുന്നത്. പ്ലസ്ന പഠിച്ചോ? യെസ്, അതാണ് അവളുടെ റിപ്ലൈ. ഗൈസ്, ഞങ്ങളിപ്പോൾ 3rd ഫ്ലോറിലെത്തി. ഇനി ഞങ്ങൾ ക്ലാസ് കണ്ടുപിടിക്കുക. ഞങ്ങളുടെ ക്ലാസ് ചെയ്തത്, പക്ഷേ ഇന്നത്തെ നമുക്ക് എക്സാം. സോ ഞങ്ങൾ നടക്കുമോ? ഞാനും പ്ലസ് 2 ഒരേ ക്ലാസ്സിലാണ്. അപ്പം ഞങ്ങൾ റൂമിൽ വന്നു. ഐ മീൻ ഞങ്ങളുടെ എക്സാം ഹാളിൽ വന്നു. ഞാൻ എന്തോ അവിടെ ഇരിക്കുന്നത്. അവിടെ കുഴപ്പമില്ല, നല്ല എൻവയോൺമെൻറ്റ്. വർഷ, ഹായ് സേ, ഹൗ ഡു യു ഫീൽ? ഫസ്റ്റ് എക്സാം? സെയിം പ്ലസ് 2 ആണ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് എൻ്റെ ക്ലാസ്മേറ്റ്സ് അവരൊക്കെ. ഓക്കെ, സോ ഗൈസ്, എക്സാമൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ എല്ലാം എഴുതി. എന്താ പറ്റിയെന്ന് പറയുമ്പോൾ, ഞാൻ വെച്ച അവസാന സമയമുണ്ട്, 1:30 വരെ ഉണ്ട്. പക്ഷെ 15 ചിലപ്പോൾ അവർ എടുത്തോണ്ട് പോയി. ഞാൻ അവസാനത്തെ ഒരു ഫിലിം പ്ലാൻസ് ലാസ്റ്റ് എഴുതാൻ വെച്ചിട്ടിരുന്നു. അപ്പം ഞാൻ അത് എഴുതിയില്ല. എൻ്റെ അമ്മ ഇതുപോലെ അറിയണം. കുഴപ്പമില്ല, അമ്മ ഇതറിയുമല്ലോ, ഞാൻ ഇതിടുമ്പോൾ അറിയുമല്ലോ. കുഴപ്പമില്ല, എല്ലാം എഴുതി. അറിയാവുന്നില്ലായിരുന്നു, പക്ഷെ എനിക്ക് ആ ആൻസർ എനിക്ക് അറിയായിരുന്നു. ബട്ട് എനിക്ക് എഴുതാൻ സമയം തന്നില്ല അവർ. ഞാൻ നോക്കുമ്പോൾ സൈഡിൽ കൂടെ പേപ്പർ എടുക്കുന്നത്. ഞാൻ ഐ എം സ്റ്റിൽ റീഡിങ്. ഞാൻ വെച്ച് റീഡ് ചെയ്ത് അവസാനം അത് എഴുതാന്ന്. അപ്പം സമാധാനത്തെ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് വെച്ചു. പക്ഷേ സമയമില്ലായിരുന്നു എഴുതാൻ. കുഴപ്പമില്ല, അടുത്ത ദിവസം കൊണ്ട് അറിയാമല്ലോ സമയം. എല്ലാം എഴുതി, കുഴപ്പമില്ല, പാസ്സാവും. സോ ഗൈസ്, ഇന്നത്തെ എക്സാം കഴിഞ്ഞു. ഇനി നാളത്തെ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിന് നമുക്ക് ഇച്ചിരി റെസ്റ്റ് വേണം. ഇന്നത്തെ എക്സാമൊക്കെ മൈൻഡിലെടുത്ത് കളഞ്ഞിട്ട് നാളത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു റെസ്റ്റ് വേണ്ട നമുക്ക്. സോ ഞാൻ വെച്ച് തരം കിടക്കാന്ന്, പക്ഷേ എനിക്ക് മൂഡില്ല കിടക്കാൻ. ടെൻഷൻ കാരണം കിടക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി.
ഇനി എന്താ പ്ലാൻ ചോദിച്ചാൽ നാളത്തേക്ക് വേണ്ടി പഠിക്കണം. നാളെ ഞങ്ങൾക്ക് ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പം അതും ഇംഗ്ലീഷാണ്. എന്തുവാ പഠിക്കണമെന്ന് എനിക്കറിയില്ല. ഇതാണെങ്കിൽ 2 ദിവസം മുമ്പെങ്കിലും തുറന്നു നോക്കിയെന്ന് പറയാം. പക്ഷേ ലിറ്ററേച്ചർ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കി, കൊള്ളാം, പഠിച്ചിട്ടില്ല. ഇറ്റ്സ് ഫൈൻ, വി ഹാവ് ടൈം, വി ഹാവ് ലെസ് ദാൻ 24 hours. അമേസിങ്. സോ ഗൈസ്, ഒരു 1.5 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു. ഞാൻ പഠിക്കുക. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയതേ ഉള്ളൂ, ബട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം എന്തായി? 4:30. ഹായ് ഗൈസ്, സോ ദിസ് ഇസ് day 2 ഓഫ് മൈ എക്സാം. ഞാൻ ഇന്ന് 7:30 എണീച്ചു. 7:50 പഠിക്കുക, റിവിഷൻ. ഇപ്പോഴാ ബുക്ക് തുറന്ന് ബുക്ക് വായിക്കുന്നത്. ഇന്നലെ സമ്മറി, ഇന്ന് ബുക്ക് വായന. കണ്ട, ഇപ്പോൾ അണ്ടർലൈനിങ് ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഓൺ ദ പ്രോസസ്. സോ ഗൈസ്, ഞങ്ങൾ ഇന്നും എല്ലാ ദിവസവും ഫുഡ് അടിക്കാൻ പോകും. ഇന്നും ഞങ്ങളിപ്പം ഫുഡ് അടിക്കാൻ പോവാം. ഇപ്പോൾ സമയം 7:30 കറക്റ്റ് 7:30 ഞങ്ങൾ ഇറങ്ങി. അത് 8:30 ആയിരുന്നു. 7:30 തോന്നുന്നു. 8:30 അല്ല, 8:30. 8:30 ഞങ്ങൾ ഇപ്പം കഴിക്കാൻ പോവാം. രാവിലെ ഭയങ്കര തണുപ്പ് വയസ്സ്. എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾ മനസ്സിലായി കാണും. ഞാൻ എണ്ണിച്ചിട്ട് മണിക്കൂർ പോലും ആയില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ എണ്ണീച്ചത് പോലും ഞാൻ മറന്നുപോയി. 7:30. 1 മണിക്കൂർ ആവാറായി കേട്ടോ. 1 മണിക്കൂറായി കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, ഭയങ്കര തണുപ്പ്. നൈസ്, ഐ ലൈക്ക് ദിസ് മോർണിംഗ് വൈബ്. ഗൈസ്, ഇന്ന് കഴിക്കാൻ പാവ് ഭാജി. കഴിഞ്ഞിപ്പോൾ 9 മണിയായി. പഠിക്കാൻ പോവാം. കോളേജിൽ പോയി ഒരുങ്ങി കഴിഞ്ഞ് കോളേജിൽ പോകാൻ നേരം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ. സോ ഗൈസ്, ഞങ്ങളിപ്പം കോളേജിൽ പോവാം. എല്ലാം സെറ്റായി എന്നൊരു വിശ്വാസത്തിൽ ഞങ്ങൾ പോവാം. ഓൺ ദ വേ. ഇത് ആൽഡ്രൻ, എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടാണ്. ഞാൻ അവനും കൂടി ഇപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹായ് പറഞ്ഞേ. ഓക്കെ, അങ്ങനെ എക്സാം കഴിഞ്ഞു. ഇറ്റ് വാസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഐ സ്റ്റിൽ ഹാഡ് ടൈം ആൻഡ് ദിസ് ഇസ് ബ്ലസ്ന. കം ധനശ്രീ. How was your paper? It was good. Better than yesterday. Exactly. We knew how the pattern is and we learned that same way. I was sleeping. We finished it on time. I mean, we don't know the marks yet, but yeah, but we did well. We did better than yesterday. Because we knew the pattern. Yeah. Like and subscribe. This girl came last 1 minute before the exam. Yeah, right? Yeah. I was here and she was not here. I'm like, okay, maybe she's not in this class. Bye. We'll see you tomorrow's exam. We have 2 days holiday for Yeah, next we're gonna exam. kill it. I No. mean, No. no. I don't know anything. I'm science student. She's commerce, that's why. No, don't do that. Cry together. Yeah, we'll cry together. സോ ഗൈസ്, അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് BMP പഠിച്ചു തുടങ്ങാന്ന്. ബട്ട് ദെൻ ഇപ്പം സമയം എത്രയാടി? 9:45. എന്നിട്ടും ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ വെളിയിലായിരുന്നേ. അവിടെ ഞാൻ വെച്ച് എനിക്ക് ആക്ച്വലി അടുത്ത എക്സാം അക്കൗണ്ടിങ്ങാണ്. പക്ഷേ 2 ദിവസം ലീവ് ഉണ്ട്. ഞാൻ വെച്ച് ഇന്ന് ജസ്റ്റ് ഒന്ന് BMP തുറന്ന് നോക്കി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നാളെ തൊട്ട് അക്കൗണ്ടിങ് പഠിക്കാമെന്ന്. പക്ഷെ അത് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ കാണാം. ബേബി. സോ ഗൈസ്, ഞാൻ ഈ സമയം 11:30 ആയപ്പം ഞാൻ BMP പഠിക്കുക. പഠിക്കാൻ മീൻസ് ചുമ്മാ എല്ലാം എഴുതി വെക്കുക. എനിക്ക് വയ്യ പഠിക്കാൻ, ഒരു മൂഡില്ല. എൻ്റെ കൈ അതിൻ്റെ ഇടയ്ക്ക് മുറിഞ്ഞ ഗൈസ്. ഞാൻ ആപ്പിൾ മുറിച്ചതാ. ഐ എം ഫൈൻ. അയ്യൊക്കെ ഉണ്ടോ ഇതിൻ്റെ? ഇത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് വേദന എടുത്തു. ചായ കുടിച്ചതാ. സോറി, എന്താ ചൂടാ. ടുഡേസ് day 3. പക്ഷേ ഇന്ന് എക്സാം ഇല്ല, ഇന്ന് സ്റ്റഡി ലീവാണ്. പഠിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾ എണ്ണിച്ച് തന്നെ ഇപ്പം 8:30-9 മണിയായപ്പോൾ കഴിക്കാൻ വന്നു. പഠിക്കണം. എനിക്ക് ഇനി ഉള്ള സബ്ജക്റ്റ് ഒന്നും ഇഷ്ടമല്ല. അക്കൗണ്ടിങ് ആണ് നെക്സ്റ്റ്. എനിക്ക് അക്കൗണ്ടിങ് ഒന്നും അറിയത്തില്ല. ബിക്കോസ് ഐ എം എ സയൻസ് സ്റ്റുഡൻറ്റ്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് എഴുതിയാലേ പറ്റൂ. ഞങ്ങളാണെങ്കിൽ
മെസ്സിന്റെ പൈസ എടുക്കാൻ വന്നേ, പക്ഷെ കാർഡ് വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. സോ ഇനി വീണ്ടും ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയി കാർഡ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ബട്ട് ചുമ്മാ ഞങ്ങൾ കോളേജിലോട്ടൊരു നടക്കാമെന്ന് വിചാരിച്ചു അതിന് മുമ്പേ ആയിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ കോളേജ് അറ്റ് നൈറ്റ്. ഇവിടെ ആരും ഇല്ല, ലൈക്ക് പ്രത്യേകിച്ച് കുറേ ആൾക്കാരൊന്നും ഇല്ല. ഞാൻ കുളിച്ചിറങ്ങി ഡയറക്റ്റ് പൈസ എടുക്കാൻ വന്നയാ, ബട്ട് കാർഡ് മറന്നുപോയി. ചെയ്യാനാ, മഴയും പെയ്യുന്നു മണ്ടാരം. ഫൈൻ, ഇച്ചിരി തുള്ളിത്തുള്ളിയേ ഉള്ളൂ. കാരണം ഞാൻ കാണിച്ചില്ല കോളേജ് അറ്റ് നൈറ്റ്. ഇത് കണ്ടോ സ്റ്റാറൊക്കെ, ഇവിടെയും അവിടെയും ലൈറ്റൊക്കെ കത്തിയിരിക്കുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ, നല്ല കാം ആൻഡ് പീസ്ഫുൾ അറ്റ് നൈറ്റ്. പിന്നെ എൻ്റെ അടുത്ത എക്സാമിന് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആ ഓൾമോസ്റ്റ് എന്ന് പറയാം. എല്ലാം എവിടെ പേജ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്താ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. കുഴപ്പമില്ല, വരുന്ന ഒരു ദിവസം കാണാം. പിന്നെ എന്തോ പറയാനാ, ഞാൻ എന്തായാലും പോയി കാർഡ് എടുത്തിട്ട് വന്ന് പൈസ എടുത്തിട്ട് വീണ്ടും പോട്ടെ. എന്നിട്ട് പോയിരുന്നു എല്ലാം പഠിക്കാം. രാത്രി പഠിക്കുമെന്ന് എനിക്ക് ഞാൻ അറിയത്തില്ല. നാളെ ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. ഐ ക്യാൻ ഡു ഇറ്റ്. ഹേ ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വന്നേക്കോ. നാളെയാണ് ഞങ്ങളുടെ എക്സാം, അക്കൗണ്ടിങ് എക്സാം. പഠിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്തൊക്കെയോ. സോ ഇന്ന് ഞങ്ങൾ കഴിക്കാൻ ആലു പൊറോട്ട. സോ അതും ചായയും കൊണ്ട് കുടിച്ചിട്ട് ഞങ്ങൾ പോവും പഠിക്കാൻ. എവിടെയും കറങ്ങാനല്ല, പഠിക്കാൻ. ഇപ്പം മണി 9:30 ഇനി വേണം ഒന്ന് പഠിക്കാൻ. നാളത്തേക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് പഠിക്കാൻ. ഞാൻ ചുമ്മാ ഇന്നെ പഠിക്കണം. സോ see you. മൂന്നാമത്തെ എക്സാം കോളേജിലെത്തി. മെയിൻ ബ്ലോക്കിലാണ്, 4ാമത്തെ ഫ്ലോർ വരെ പോകണം. പഠിച്ചോന്ന് ചോദിച്ചാൽ ആസ് ഐ ടോൾഡ് അക്കൗണ്ടിങ്ങാ. വലിയ ഹോപ്പ് കൊടുക്കുന്നില്ല. ഫസ്റ്റ് അക്കൗണ്ടിങ് എക്സാം ഇൻ മൈ ഹോൾ ലൈഫ്. കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ട്. 2ാമത്തെ ഫ്ലോർ ആയതേ ഉള്ളൂ. ഇനി ഞാൻ 2 ഫ്ലോർ നടക്കണം, അത്രേ ഉള്ളൂ. ഓ ധനുശ്രീ, ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളായിരുന്നു. ഓ സ്റ്റഡി. See, we are going together to the 4th floor now. That's it. എക്സാം എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. ബൈ. എന്തായാലും ഇന്നത്തെ എക്സാം എഴുതി. എന്തോ എഴുതിയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, പാസ്സാവുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. വിശന്നിരിക്കുമായിരുന്നു. ഫുഡ് വന്ന് കഴിച്ചു. ഇനി പി ജിയിലോട്ട് പോവാം. പി ജി പോയിട്ട് നാളത്തെ എക്സാമിന് പഠിക്കണം. ലീവില്ല. ഇപ്പം എനിക്ക് ചെറുതായിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി നാളത്തെ പ്രിപ്പറേഷനും കൊണ്ട് നാളത്തെ എക്സാം കൊണ്ട് വരാം. ഇന്ന് ക്ലാസ്സിൽ ഞാൻ മെയിൻ ബ്ലോക്കിലായിരുന്നു. ഞങ്ങളുടെ അഡ്മിൻ ബ്ലോക്കിലായിരുന്നു. കുറേ നടന്ന് കഷ്ടപ്പെട്ട് മേളിലെത്തി എക്സാം എഴുതി തിരിച്ചു വന്നു. ഫുഡും കഴിച്ച് ഇപ്പോൾ പി ജി പോവാം. ഓക്കെ, ബൈ. സോ ഗൈസ്, എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. ഞാനൊരു ചാപ്റ്റർ വിട്ടു. പക്ഷെ കുഴപ്പമില്ല, ഓപ്ഷനിലായതുകൊണ്ട് ഐ തിങ്ക് സംതിങ് ഐ വിൽ റൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഐ വിൽ സീ യു ആഫ്റ്റർ ദ എക്സാം. ബൈ. എക്സാം കഴിഞ്ഞു. എന്തോ എഴുതിയെന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതി. അതുകൊണ്ട് പിന്നെ വെറുതെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞ സൂപ്പർ ഈസി ആയിരുന്നു. എനിക്ക് അത്ര ഈസി ഒന്നുമില്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൈൻ. ലൈക്ക് എല്ലാം എഴുതിയിട്ടുണ്ട്. മാർക്ക് വരുമ്പോൾ ഞാൻ അറിയാം. എനിവേ ഞാനിപ്പോൾ കഴിക്കാൻ വന്നു. നാളെ ലീവാണ്, ഗാന്ധി ജയന്തി ആയതുകൊണ്ട്. മറ്റന്നാളെ ടൂറിസം പഠിക്കണം. അത് കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കിടന്നുറങ്ങാം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്. സോ ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ടൂറിസത്തിന് കിട്ടിയ 1 ഡേ ലീവ് കൊണ്ട് ഞാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു കേഡ്രാമ കണ്ടു തീർത്തു. മീൻസ് പൈരേശം നിർത്തിയത് കണ്ടു തീർത്തു. എന്നിട്ട് ഞാൻ പുതിയ കേഡ്രാമ തുടങ്ങി. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ പിന്നെ ഒരു നെറ്റ്ഫ്ലിക്സിൽ അഗ്ലീസ് എന്ന് പറഞ്ഞൊരു സിനിമയും കണ്ടു. എല്ലാം കൂടെ സമാധാനമായിട്ട്. ഇപ്പം സമയം എത്രയായി? ഇപ്പം സമയം 4:21.
ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇടയ്ക്കൊക്കെ സ്നാക്സ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരുന്നു. ഇനി വേണം പോയി കുളിച്ചിട്ട് പഠിക്കാൻ. ഐ ഹാവ് ഹോപ്പ്. ഇറ്റ്സ് ഫൈൻ. ടൂറിസം അല്ലേ? ഓക്കേ. ഗൈസ്, ഞങ്ങൾ പഠിക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഓരോ സംസാരം കൊണ്ട് ഇങ്ങനെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും. ബുക്കിന് വിഷമം വരത്തില്ല, ഞങ്ങൾക്ക് സന്തോഷം വരും. So guys, today is our last exam, which is tourism, and we are here. We are in the same class. Yay! But I'm sitting there. They both are here together. Anyways, it's fine. It's fine. It's okay. I mean, we can't copy anyways, so Why? like we can't even look. What is she putting on? We can't even look at each other during the exam, so like it's fine. And yeah, we are learning. I hope it goes well because I just read everything. I didn't learn by heart because it's tourism. Unit 2, it's like she's studying like this. Okay guys, I'll see you after the exam and tell you how it is. Bye. Our exam is over. Finally, it was okay. It was nice. It was good. I wrote tourism. Like never mind. Yeah, we just wrote whatever we knew. It was like blah 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 blah. Okay, what do you want to say? I mean, exam is over. Exam is over, yay! But nothing is going to happen. Usually, like after exam, class, exam. Let's see. Okay, guys. Bye. Look at the amount of people. Yeah, we're going back and the exams are over. So basically, we'll see you guys in next exam vlog. Yay! Bye, guys. Okay. Bye. ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. 5 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. 2 ഇംഗ്ലീഷ്, 1 ലാംഗ്വേജ് ആയിട്ടും 1 ലിറ്ററേച്ചറായിട്ടും, പിന്നെ അക്കൗണ്ടിങ്, ബിസിനസ് മാനേജ്മെൻറ്റ്, വേറെ എന്തോ ഉണ്ടായിരുന്നു, ഒന്ന് ആലോചിക്കട്ടെ. അയ്യോ, നമ്മുടെ താരം ടൂറിസം, THM. ഞാൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എടുത്ത് BBA പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആയിട്ട്. സോ എനിക്ക് അത്ര സബ്ജക്റ്റേ ഉള്ളൂ. ആൻഡ് എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ മൈ എക്സ്പീരിയൻസ് ഫ്രം ഫസ്റ്റ് ഇയർ ആയിട്ട് ഫസ്റ്റ് എക്സാം ആയിട്ട് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് നമ്മൾ ഓരോ ദിവസം ഓരോ ക്ലാസ്സിലായിരിക്കും ഇരുത്തുന്നത്. റോൾ നമ്പർ വൈസ് നമ്മളിങ്ങനെ ഒരു ബെഞ്ചിലിരിക്കും, ഐദർ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ്. നമ്മൾ തന്നെ നോക്കിയെടുത്ത് നമ്മുടെ സീറ്റൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും ഹോൾ ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം. അവർ ഹോൾ ടിക്കറ്റിൽ സൈൻ ഇടും. ആൻഡ് എക്സാമിന് നമ്മൾ ബുക്ക് ലൈക്ക് പേപ്പറൊന്നും കൊണ്ടുപോകണ്ട, അവർ പേപ്പർ തരും. പക്ഷെ നമ്മൾ പേനയെല്ലാം കൊണ്ടുപോകാൻ പറ്റണം, പേനയെല്ലാം കൊണ്ടുപോകണം. ഇത് മിഡ് ടൈം ആയതുകൊണ്ട് വി ഹാഡ് 75 minutes. ആൻഡ് അത് കുഴപ്പമില്ല, നല്ല ടൈം തന്നെയാണ്. സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ആയിട്ട് ലൈക്ക് അവർ ഐദർ 6 ക്വസ്റ്റ്യൻ തരാം, അത് 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് തരും, അത് 3 or 2 അങ്ങനെയാണ്. ലൈക്ക് ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇഫ് യു ഡോണ്ട് നോ 1 question, യു ക്യാൻ ഐദർ ചൂസ് എനിത്തിങ്. ലൈക്ക് ഒന്നെങ്കിൽ ഇതറിയത്തില്ലെങ്കിൽ വേറെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. സോ അത്രയുള്ള ഗൈസ് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പറയാനുള്ളത്. ആൻഡ് ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട് ഓർ റിഗാർഡിംഗ് എനിത്തിങ് അബൌട്ട് ക്രിസ്തു ജയന്തി കോളേജ്, യു ക്യാൻ text me or Gmail me. My Insta and my WhatsApp number is given below. Okay, take care.